ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഒറിയോ മൗസ് റെസിപ്പിയാണ്. ഇത് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 250 ml ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ്. പിന്നെ അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 20 ഓറിയോ ബിസ്ക്കറ്റാണ്. അത് സെൻറ്ററിലുള്ള ക്രീമെല്ലാം കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണിത്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, ബീറ്റ് ചെയ്തിട്ടുള്ള ആ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പൈപ്പിംഗ് ബാഗാണ്. ആ പൈപ്പിംഗ് ബാഗിന് ഒരു നോസിൽ ഇട്ട് കൊടുക്കണം. നോസിൽ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നോസിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് ഒരു ഇതുപോലത്തെ ഗ്ലാസ്സിലാണ്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ഇങ്ങനെ നമ്മുടെ ക്രീം ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്രീമെല്ലാം നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അത് ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിത് 4 ഗ്ലാസ്സിലും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ ഞാനിത് 2 മണിക്കൂർ ഫ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്